കുടപ്പനക്കുന്ന് എന്ന് പറയുന്നത് ഒരു തിരുവനന്തപുരത്തു നിന്നൊരു ഓണം കയറാൻ വേണ്ടിയാണ്. ആ റൂട്ടിലും ഒരു ബസ് ഇല്ല. ആർക്കെങ്കിലും അവിടെ വേണം, ഒരു ടെലിവിഷൻ സ്റ്റുഡിയോ തുടങ്ങിയാൽ അവിടെ ആർട്ടിസ്റ്റിന് പ്രോഗ്രാം റെക്കോർഡ് ചെയ്യാൻ എല്ലാ ദിവസവും ഒരുപാട് ആളുകൾ വേണ്ടി വരും. ഞങ്ങളുടെ സ്റ്റാഫ് തന്നെ ഒരു 10-200 ആളുകളുണ്ടാവും. ഒരു ഇതില്ല അവിടെ. വെള്ളം സപ്ലൈ ചെയ്യാൻ വാട്ടർ സപ്ലൈ ഇല്ല. ഇലക്ട്രിസിറ്റി, സ്റ്റുഡിയോവിന് വേണ്ട ഇലക്ട്രിസിറ്റിയുടെ ബുദ്ധിമുട്ടുകൾ. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു വൈൽഡർനെസ് ആയിരുന്നു കുടപ്പനക്കുന്ന് തുടങ്ങുന്ന കാലത്ത്. പിന്നെ വേണ്ടത്ര ആളുകളിൽ സ്റ്റാഫില്ല. കുറച്ച് ദിവസം കഴിഞ്ഞ് കരുണാകരൻ സാർ മടങ്ങി വന്നപ്പോൾ അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹത്തിന് മുമ്പ് ഈ പറഞ്ഞതുപോലെ അറിയുമായിരുന്നു. കാരണം ആ കാലത്ത് സംസ്ഥാന മന്ത്രിസഭയുടെ ഓരോ വാർഷികത്തിലും ആകാശവാണിയും ദൂരദർശനും 10 മിനിറ്റ് നേരം ഒരു പ്രോഗ്രാം റെക്കോർഡ് ചെയ്തത്. സൗത്ത് ഇന്ത്യയിലാകെ മദ്രാസിൽ മാത്രമേ അന്ന് ടെലിവിഷനുള്ളൂ. അപ്പോൾ മുഖ്യമന്ത്രി ആയതുകൊണ്ട് ഒന്നുകിൽ ഹെഡ് ഓഫ് ഓഫീസ് അല്ലെങ്കിൽ നെക്സ്റ്റ് സീനിയർ ഓഫീസ്, മുഖ്യമന്ത്രി ഗവർണറൊക്കെ ഉള്ളപ്പോൾ റെക്കോർഡിങ് സമയത്ത് പ്രസൻ്റ് ആയിരിക്കണം എന്നൊരു വഴക്കമുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്ത് വന്നിട്ടായിരുന്നു അദ്ദേഹത്തെ റെക്കോർഡ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ 2 കൊല്ലം ഞാൻ തുടർച്ചയായി അദ്ദേഹത്തെ കാണാൻ ഈ റെക്കോർഡിങ്ങിന് വേണ്ടി വന്നു. അപ്പോൾ അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി എന്നെ വിളിച്ചു. ഒരുപാട് നേരം സംസാരിച്ചു. പല ആളുകളെ പറ്റി സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ദൗത്യമാണ്. അതെനിക്കറിയാം. എന്നോട് അന്നത്തെ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി ഗാഡ്ഗിൽ VN ഗാഡ്ഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ഞാനിവിടെ വരുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, ഗൗഹാട്ടി, അഹമ്മദാബാദ്, തിരുവനന്തപുരം, ഈ 3 സെൻറ്റേഴ്സും ഒരുമിച്ച് ഒരു സ്കീമിൽ ഒരു ദിവസം തുടങ്ങാനായിരുന്നു പ്ലാൻ. അതിനു വേണ്ടിയുള്ള ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, സ്റ്റുഡിയോ ഇൻസ്റ്റലേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് മനസ്സിൽ കണ്ടിട്ട് വേണം എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെൻറ്റ് നടത്തരുതെന്ന് എനിക്ക് നിർദ്ദേശമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ ഇങ്ങനെ ഒരുപാട് വൈതരണികളുണ്ട്, എപ്പോഴാണ് തുടങ്ങാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ല, നമുക്കൊരു തീയതി നിശ്ചയിക്കണം. സംസ്ഥാന ഗവൺമെൻറ് ഏത് സഹായം വേണോ അത് മുഴുവൻ കിട്ടും, ഞാൻ വാക്ക് തരുന്നു. അദ്ദേഹം അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിനെയൊക്കെ വിളിച്ച് എന്നെ പരിചയപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു, ഏത് സമയത്തും കുഞ്ഞികൃഷ്ണൻ ഇവിടെ വന്നാൽ എന്നെ കാണാൻ ഉടനെ ഉള്ളിൽ വിടണം. മന്ത്രിസഭാ യോഗമാണെങ്കിൽ പോലും ആൻറ്റി റൂമിൽ വന്നിട്ട് ഞാൻ കാണും. ആരെ ഇത് ചെയ്യണം ഞാൻ അപ്പോൾ പറഞ്ഞു, ഞാൻ എല്ലാവർക്കും ഇപ്പം തന്നെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയൊരു അരമണിക്കൂർ കൊണ്ട് തിരിച്ച് ദൂരദർശനിൽ പോയപ്പോൾ അന്നത്തെ ഹോം സെക്രട്ടറി കാളീശ്വരനായിരുന്നു. വളരെ നല്ലൊരു മനുഷ്യൻ, വളരെ എഫിഷ്യൻ്റായിട്ടുള്ള ഒരാൾ. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, താങ്കൾ ഇന്നയാളല്ലേ? അപ്പോൾ എന്നെ CM വിളിച്ചിരുന്നു. അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞാൽ മതി. സെക്രട്ടേറിയറ്റിലേക്ക് ഏത് സമയത്തും കയറി വരാൻ ഒരു പാസ് ഞാൻ ഇപ്പോഴും തന്നെ തരാം. കാരണം സെക്രട്ടേറിയറ്റിൽ ഒരുപാട് പേരെ കാണേണ്ടി വരും. ഒരു ഫോട്ടോ വേണം. ഫോട്ടോ ഇവിടെ വന്നാൽ ഞങ്ങൾ എടുപ്പിച്ചോളാം. അത്ര നിഷ്ഠയോടുകൂടി കരുണാകരൻ സാറ് വിളിച്ചു. അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ തിരിച്ച് തിരുവനന്തപുരത്ത് നവംബർ 15 ആകുമ്പോൾ തിരിച്ചായിരുന്നു മദ്രാസ്. ഞാൻ എൻ്റെ സാധാരണ ജോലികൾ, തിരുവനന്തപുരത്തെ കുറേ കാര്യങ്ങൾക്ക് ഡയറക്ടർ ജനറലിൻ്റെ അപ്രൂവൽ വേണം. അതിൻ്റെ കടലാസൊക്കെ ശരിയാക്കി പിന്നീട് ഞാൻ വീണ്ടും ഒരു 15 ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ചിവിടെ വന്നു. തിരിച്ചിവിടെ വന്നിട്ട് ഇവിടെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഏർപ്പാട് ചെയ്തിരുന്നു. അതൊക്കെ എല്ലാം ചെയ്യുന്നുണ്ട്. കാരണം അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്തെങ്കിലും ഒരു ഡേറ്റ്, കരുണാകരൻ സാറ് എന്നെ വിളിച്ച് ചോദിച്ചു, എന്തെങ്കിലും ഒരു ഡേറ്റ് തീരുമാനിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഇല്ല, ഇന്ന പ്രശ്നങ്ങളുണ്ട്. പറഞ്ഞില്ല, നമുക്കതൊന്നും കാര്യമാക്കണ്ട, ഏത് പ്രശ്നവും നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 85 ജനുവരി 1 നല്ല ദിവസം കേന്ദ്രത്തിൻ്റെ സമ്മാനം എന്ന് ഞാൻ അനൗൺസ് ചെയ്യും. 1-ാം തീയതി തുടങ്ങണം. ഞാനെപ്പോഴും മദ്രാസിലെ സ്റ്റാഫാണ്, ഇവിടെയല്ല. അത് കഴിഞ്ഞ് ഡിസംബർ
ആ സമയത്ത് ഞാൻ ഇതേതായാലും അധികം വൈകില്ല എന്ന് എനിക്ക് മനസ്സിലായി. കൂടി വന്നാലും 1 മാസം 2 മാസം അതിനപ്പുറം പോകില്ല. അപ്പോൾ അതുകൊണ്ട് ഈ അനൗൺസർമാരെ എടുക്കുക, ന്യൂസ് റീഡേഴ്സിനെ എടുക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ആ കാലത്തുണ്ടായിരുന്നു. പിന്നെ ഈ ദൂരദർശനിലേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ, സ്റ്റാഫ്, അത് ഇപ്പോഴെനിക്ക് ഓർമ്മിക്കുമ്പോൾ വളരെ ലഘുവായി തോന്നുമെങ്കിലും ആ കാലത്ത് ഇത് ഒരു വലിയ വൈതരണിയായിരുന്നു. ഒരു പുതിയൊരു ഓഫീസ് തുടങ്ങുന്നു, പിന്നെ ബഡ്ജറ്റ് അനുവദിച്ചിട്ട് ബഡ്ജറ്റ് ഓപ്പറേറ്റ് ചെയ്യാനുള്ള സംവിധാനം വേണം. കാരണം ദൂരദർശൻ്റെ ആകാശവാണിയിലൊക്കെ ഒരു പ്രോഗ്രാമിനൊരു ആർട്ടിസ്റ്റ് ചെന്നാൽ അത് പരിപാടി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക്, റെക്കോർഡിങ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ചെക്ക് കൊടുക്കും. അത് ഇപ്പോഴും വളരെ നിഷ്ഠയോട് കൂടിയിട്ട്, ഇപ്പം ചെക്കില്ല, അക്കൗണ്ടിൽ പോകും. അത് ചെയ്യുന്നുണ്ട്. വേറെ ഒരു ടെലിവിഷൻ ചാനലിലും അങ്ങനെ ഒരു സംവിധാനം ഗവൺമെൻറ്. പിന്നെ പേ ആൻഡ് അക്കൗണ്ട്സ് ഓഫീസർ ആ കാലത്ത് മദ്രാസിലാണ്. അപ്പോൾ അതിൻ്റെ വിഷമങ്ങൾ 1-ാം തീയതി തുടങ്ങാമെന്ന് തീരുമാനിച്ചതോടുകൂടി പിന്നെ ഞാൻ ഡൽഹിയിൽ അപ്പോൾ പറഞ്ഞു, യു ആർ ടേക്കിംഗ് എ ബിഗ് റിസ്ക്. കാരണം ഇത് ഒരു തവണ തുടങ്ങിക്കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഹംഗ്രി മോൺസ്റ്റർ, constantly demanding food. So be prepared for any eventuality. It cannot close even for a minute. You know that. ശരി സാർ, നമുക്ക് നോക്കാം. അത് കഴിഞ്ഞ് ഞാൻ ആ കാലത്തുണ്ടായിരുന്ന ടീമിലെ ആളുകളെയൊക്കെ ഞാൻ ഏതാണ്ട് വടിയെടുത്ത് ഇതേപോലെ അത്രയും കർശനമായിട്ട് അവരെ കൊണ്ട് 24 മണിക്കൂറും ജോലി ചെയ്യിച്ചിരുന്നു. എനിക്കത് വളരെ സന്തോഷം. 1-ാം തീയതി തുടങ്ങാൻ വേണ്ടി ഏതായാലും തീരുമാനിച്ചു. തുടങ്ങാൻ വേണ്ടി ആകപ്പാടെ 2 ക്യാമറയേ ഉള്ളൂ. പിന്നെ ലൈവ് ടെലികാസ്റ്റ് വേണമെന്ന് പറഞ്ഞു. ലൈവ് ടെലികാസ്റ്റിന് വേണ്ടത് ഇപ്പോഴൊക്കെ ആളുകൾക്ക് പറഞ്ഞാൽ പിന്നെ തമാശ തോന്നും. ഒരു ഈ സ്റ്റുഡിയോസ്, ഏതെങ്കിലും ഒരു ആക്ഷൻ ഒരു സ്ഥലത്ത് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റുഡിയോ സെൻറ്ററിലേക്ക് കണക്ട് ചെയ്യണം. എന്താണ് സംഭവിക്കുന്നത്, മൈക്രോവേവ് ലിങ്ക് എന്ന് പറയും. അത് കഴിഞ്ഞ് അത് ട്രാൻസ്മിറ്ററിൽ പോയി, പിന്നെയാണത് ട്രാൻസ്മിറ്ററിലേക്ക് പോകും. പിന്നെ അത് സാറ്റലൈറ്റിലേക്ക് പോകണമെങ്കിൽ സാറ്റലൈറ്റിന് അപ്പ് ലിങ്ക് വേണം ആ കാലത്ത്. ഇപ്പോഴൊരുപാട് നമ്മുടെ പിന്നെ ഇന്ത്യൻ സ്കൈസിൽ 100 കണക്കിന് സാറ്റലൈറ്റ് ഉണ്ട്. അപ്പോൾ ഏത് സമയത്തും, പിന്നെ മാത്രമല്ല സാറ്റലൈറ്റ്സൊക്കെ ടെക്നോളജിക്കലി വളരെ അഡ്വാൻസ്ഡ് ആണ്. ഒരു സി ബാൻഡും എസ് ബാൻഡും ഇതൊക്കെ പോയി KU ബാൻഡ്, KA ബാൻഡ്, അങ്ങനെയൊക്കെ സാറ്റലൈറ്റിൻ്റെ ടെക്നോളജി കണ്ടമാനം മാറി.